സബഹിന്റെ ശേഷം പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ കൂട്ടിപ്പോകണം. കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മി മക്തൂമിന് കണ്ണിന് കാഴ്ചയില്ല നബിയേ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത എനിക്ക് പള്ളിയിൽ ജമാഅത്തിന് അത്ര നിർബന്ധമുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഭാഗ്യന്റെ ധ്വനി കേൾക്കുന്നുണ്ടോ? ജമാഅത്തിന് പങ്കെടുക്കണേ ഉമ്മി മക്തൂം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണിന് റബ്ബ് കാഴ്ച തന്നു, കാതിന് കേൾവി തന്നു, കാലിന് ആരോഗ്യം തന്നു, കൈക്ക് ആരോഗ്യം തന്നു, മനസ്സിന് നിലനിൽപ്പ് തന്നു. മുസ്ലിമേ, റബ്ബ് എപ്പോഴാ തിരിച്ചു ചോദിക്കുന്നത് അറിയൂല, എപ്പോഴാ തിരിച്ചു പിടിക്കുന്നത് അറിയൂല. ഇന്ന് ആരോഗ്യവാനാണ്, നാളെ മയ്യിത്താണ്. ഈ സെക്കൻഡിൽ ആരോഗ്യവാനാണ്, ഹാർട്ട് അറ്റാക്ക് ആണ്, ഈ സെക്കൻഡിലും മരണമാണ്. ഇന്ന് ശരീരത്തിനൊരു കേടുപാടും കാണാനില്ല, നാളെ ടെസ്റ്റ് ചെയ്താൽ ക്യാൻസറാണ്. കിഡ്നിയില്ലാത്തവനാണ്, അന്നനാളത്തിന് ക്യാൻസർ വായിച്ച് വെള്ളം കുടിക്കാൻ പറ്റാത്തവനാണ്. സെക്കൻഡുകളല്ലേ ഡോക്ടർമാര് വിധി എഴുതാൻ വേണ്ടു. ആ വിധികൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിസ്കരിച്ചില്ലല്ലോ റബ്ബേ, നോമ്പെടുത്തില്ലല്ലോ റബ്ബേ, എന്റെ ജീവിതം ആഖിറത്തിന് വേണ്ടി മാറ്റി വെച്ചില്ലല്ലോ റബ്ബേ. വിരല് കടിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചോ. ആരോഗ്യം നഷ്ടപ്പെട്ടാലും അതിന്റെ പ്രതിഫലം കിട്ടാൻ കാരണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും, എത്ര വലിയ ഭരണാധികാരിയുടെ മകനാണെങ്കിലും മരണം വരുമ്പോൾ മാറി നിൽക്കാനുള്ള വഴിയില്ല. റബ്ബ് വന്ന് വിളിക്കുമ്പോൾ, അസ്റായീൽ വന്ന് പറയുമ്പോൾ വഴിപ്പെടല്ലാതെ നിർവാഹമില്ല. മുസ്ലിമേ, ആ സമയം നമ്മളെ തേടി പിടിക്കുന്നതിന്റെ മുമ്പ്, ആ സമയം നമ്മളിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി ചെലവഴിച്ച സെക്കൻഡുകളും മണിക്കൂറുകളും സമ്പാദിച്ചു വെച്ചോ. അത് മരണത്തിന് ശേഷം നമുക്ക് ഉപകരിക്കാനുള്ളതാണ്. ഖബറിൽ കിടക്കുമ്പോൾ സന്തോഷത്തിൽ കിടക്കാനുള്ളതാണ്.